കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോ ധാരാളം ആളുകൾ കാണുകയും അതുപോലെ തന്നെ പലരും കമന്റുകൾ അതിനകത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. മിക്കവർക്കും ഇന്ന് വ്യായാമത്തെപ്പറ്റി അറിയുവാൻ കൂടുതൽ താല്പര്യമുണ്ട് എന്നാണ് അത് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യായാമത്തെപ്പറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് നമ്മളിവിടെ ചർച്ചയ്ക്കായിട്ട് എടുക്കുന്നത്. അതായത് നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പോയിന്റാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. നമ്മൾ പലരും വ്യായാമം ചെയ്യുന്നു, ഒന്നെങ്കിൽ ബ്രിസ്ക് വാക്കിംഗ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ ട്രെഡ്മില്ലിൽ നടക്കുന്നു, അല്ലെങ്കിൽ അവർ സൈക്കിൾ ചവിട്ടുന്നു. ഇങ്ങനെ 3-4 കൂട്ടം വ്യായാമമാണ് സാധാരണ മിക്കവരും വ്യായാമത്തിന് വേണ്ടി ചെയ്യുന്നത്. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ വ്യായാമം എല്ലാം ആയി എന്നാണ് മിക്കവരുടെയും ധാരണ. പക്ഷേ അത് ശരിയല്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ വ്യായാമങ്ങളൊക്കെ എയറോബിക് വ്യായാമങ്ങളാണ്. പക്ഷേ അത് മാത്രം പോരാ. വ്യായാമത്തിന്റെ എല്ലാ പ്രയോജനങ്ങളും നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ മറ്റു ചില വ്യായാമങ്ങൾ കൂടി ചെയ്യേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മളുടെ പേശികളുടെ വ്യായാമത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ നടക്കുമ്പോൾ അഥവാ ബ്രിസ്ക് വാക്ക് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ജമ്പിങ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മുട്ടിന് താഴെയുള്ള കാഫ് മസിൽസ് മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. കൈകൾക്ക് പോലും ശരിക്കും വ്യായാമം കിട്ടുന്നില്ല. കൈകൾ ഒരു പെൻഡുലം ആടുന്നത് പോലെ ആടുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ പേശികൾക്കെല്ലാം വ്യായാമം ആവശ്യമാണ്. നമ്മുടെ ശരീരത്തിൽ ഏതാണ്ട് 639 പേശികളുണ്ട് എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഈ പേശികൾ എന്ന് പറയുമ്പോൾ 3 തരത്തിലുള്ള പേശികളുണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് സ്കെലിറ്റൽ മസിൽസ് ഉണ്ട്, അതിന്റെ നമ്പറാണ് ഈ 639 എന്ന് പറഞ്ഞത്. അതുകൂടാതെ കാർഡിയാക് മസിൽസ് ഉണ്ട്, അതായത് ഹൃദയത്തിനുള്ള പേശികൾ, അതും മസിൽസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് സ്മൂത്ത് മസിൽസ് ഉണ്ട്, അതായത് നമ്മുടെ രക്തക്കുഴലിനകത്ത് പ്രവർത്തിക്കുന്ന സ്മൂത്ത് മസിൽസ്. അപ്പോൾ ഇങ്ങനെ 3 കൂട്ടം മസിൽസ് ഉണ്ട്. നമ്മളിവിടെ സ്കെലിറ്റൽ മസിൽസിന്റെ വ്യായാമത്തെ പറ്റിയാണ് പ്രത്യേകമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ, മുമ്പ് സൂചിപ്പിച്ച ശരീരത്തിലെ എല്ലാ പേശികൾക്കും വ്യായാമം വേണം. നമ്മൾ ഈ പേശികളെ പ്രവർത്തിപ്പിച്ച് ഇല്ലെങ്കിൽ അത് ശോഷിച്ചു പോകും. യൂസ് ഓർ ഡിസ്യൂസ് എന്ന തിയറിയാണ് ഇവിടെയും ബാധകം. നമ്മൾ ഒരു പേശിയെ പ്രവർത്തിപ്പിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് കാലക്രമേണ അതിൻ്റെ മാസ് കുറയുന്നു, അതിൻ്റെ ശക്തി കുറയുന്നു, അതങ്ങ് ക്ഷയിച്ചു പോകുന്നു. നമ്മളൊരു മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ ഒരു കാർ പുതിയതായിട്ട് മേടിക്കുന്നു. നമ്മൾ 2-3 മാസം അത് അടുപ്പിച്ച് ഷെഡിലിടുക, ഓടിക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനത്തിന് തകരാറുണ്ടാവും. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പേശികളെ നമ്മൾ പ്രവർത്തിപ്പിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് കാലക്രമേണ ക്ഷയിച്ചു പോകും. അതാണ് യൂസ് ഓർ ഡിസ്യൂസ്. ഒന്നെങ്കിൽ നമ്മൾ അതിനെ ഉപയോഗിക്കുക, നമുക്കതിനെ സംരക്ഷിക്കാം, അതുകൊണ്ട് ധാരാളം പ്രയോജനങ്ങളുണ്ട്. അല്ലെങ്കിൽ അത് നമ്മൾ ഡിസ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ നമ്മൾ ക്ഷയിപ്പിച്ച് കളയുക, അത് നമുക്ക് പലവിധ രോഗങ്ങൾക്കും കാരണമാകുകയും ചെയ്യും. അതാണ് യൂസ് ഓർ ഡിസ്യൂസ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്നുണ്ട്, അതായത് സാർക്കോപീനിയ എന്നൊരു രോഗാവസ്ഥ ഉണ്ടാകാം. ഓൾഡ് ഏജിൽ ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് സാർക്കോപീനിയ. അതായത് നമ്മുടെ ശരീരത്തിലെ ഈ സ്കെലിറ്റൽ മസിൽസ്, അതായത് 639 സ്കെലിറ്റൽ മസിൽസും ക്ഷയിച്ചു പോകുന്നു. അതായത് അതിൻ്റെ വലിപ്പം കുറയുന്നു, അതിൻ്റെ മാസ് കുറയുന്നു, അതിൻ്റെ ശക്തി കുറയുന്നു. അതാണ് സാർക്കോപീനിയ എന്ന് പറയുന്നത്. അത് പ്രായത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്. അപ്പോൾ ഈ സാർക്കോപീനിയയെ പിടിച്ചു നിർത്താനും നമുക്ക് അത്യാവശ്യം വേണ്ടത് ഈ പേശികളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുക എന്നതാണ്. പിന്നെ പേശികളെ നല്ലപോലെ പ്രവർത്തിപ്പിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് മറ്റ് അനവധി പ്രയോജനങ്ങളുണ്ട്. ഏറ്റവും പ്രയോജനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മുടെ ബോഡി ഷേപ്പ് നല്ലപോലെ കീപ്പപ്പ് ചെയ്യണമെങ്കിൽ നമ്മളുടെ മസിൽസ് നല്ലപോലെ മസിൽ മാസം ഉള്ളതായിരിക്കണം. അല്ലെ മസിലിനെ നമ്മൾ പുഷ്ടിപ്പെടുത്തണം. അത് വ്യായാമം കൊണ്ടേ നമുക്കത് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ മസിലുകളുടെ മാസ് വർദ്ധിക്കും. അപ്പോൾ നമുക്ക് നല്ല ബോഡി ഷേപ്പ് കിട്ടും. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണത്. പിന്നെ പ്രമേഹ രോഗികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് പ്രമേഹ രോഗികൾക്ക് അവരുടെ രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിച്ചു നിർത്തുവാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഈ മസിൽ സ്ട്രെങ്തനിങ് എക്സർസൈസ്, അതായത് പേശികൾക്കുള്ള വ്യായാമം. ഈ 2 തരത്തിലുള്ള വ്യായാമം ഉണ്ട് അതിനകത്തും. അതായത് നമുക്ക് അപ്പർ ബോഡി എക്സർസൈസും ഉണ്ട്, ലോവർ ബോഡി എക്സർസൈസും ഉണ്ട്. നമ്മൾ മുമ്പേ പറഞ്ഞ ബ്രിസ്ക് വാക്കിംഗ് അല്ലെ സൈക്ലിംഗ്, അതൊക്കെ ലോവർ ബോഡി എക്സർസൈസാണ്. അതായത് നമ്മുടെ കാലുകളിലെ പേശികൾ മാത്രമേ അവിടെ പ്രവർത്തിക്കുന്നുള്ളൂ. അപ്പർ ബോഡിയിലുള്ള പേശികൾ, നിങ്ങളുടെ ചെസ്റ്റിലുള്ള പേശികൾ, നിങ്ങളുടെ ഷോൾഡറിലുള്ളത്, അതുപോലെ തന്നെ നിങ്ങളുടെ അപ്പർ ആം അല്ലെ കൈകളിലെ പേശികൾ ഒക്കെ കൊണ്ട് പ്രവർത്തിപ്പിക്കണം. അങ്ങനെ അപ്പർ ബോഡി പേശികൾ കൂടുതൽ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലെ അല്ലെ നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുതലായിട്ട് കുറയുന്നത്.
അപ്പോൾ പ്രമേഹമുള്ളവർക്ക് അവരുടെ രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിച്ച് നിർത്തണമെങ്കിൽ നമ്മൾ അപ്പർ ബോഡി എക്സർസൈസ് കൂടി ചെയ്യണം. ലോവർ ബോഡി എക്സർസൈസ് മാത്രം ചെയ്താൽ പോരാ. പിന്നെ മറ്റൊന്ന്, നമുക്ക് ഈ അപ്പർ ബോഡിയിലുള്ള പേശികളൊക്കെ നല്ലപോലെ സ്ട്രെങ്തൻ ചെയ്ത് നല്ല ബോഡി മാസ് ഉള്ളപ്പം നമ്മുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോൺ, അതായത് പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോൺ കൂടുതലായിട്ട് ഉണ്ടാകുന്നു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അത് പുരുഷന്മാരിൽ ഉണ്ടാകുന്ന ഉദ്ധാരണ പ്രശ്നങ്ങൾ പോലെയുള്ള പല പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ അങ്ങനെ നമ്മളെ പേശികളെ കൊണ്ട് നമ്മൾ വ്യായാമം ചെയ്യിപ്പിക്കുന്നത്, അല്ലെ പേശികൾക്ക് വ്യായാമം കൊടുക്കുന്നത് കൊണ്ട് പലവിധ പ്രയോജനങ്ങളുണ്ട്. അപ്പൊ ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ നമ്മുടെ ശരീരത്തിന്റെ മുകളിൽ മുതൽ താഴെ വരെ പേശികളുണ്ടെന്ന് പറഞ്ഞു. നമുക്കത് ഓടിച്ചൊന്ന് നോക്കാം. അതായത് നമ്മുടെ കണ്ണിന് ചുറ്റും പേശികളുണ്ട്, 7 മസിൽസ് ഉണ്ട്. അതിനെ ഓക്കുലാർ മസിൽസ് എന്നാണ് പറയുന്നത്. ആ പേശികൾക്ക് വരെ വ്യായാമം അത്യാവശ്യമാണ്. അതായത് നമ്മൾ മുകളിലേക്ക് നോക്കുക, അത് കഴിഞ്ഞ് താഴേക്ക് നോക്കുക, ഒരു സൈഡിലേക്ക് നോക്കുക, മറ്റേ സൈഡിലേക്ക് നോക്കുക, ഒരു ആംഗിൾ മുകളിലത്തെ ആംഗിളിലേക്ക് നോക്കിയിട്ട് താഴത്തെ ആംഗിളിലേക്ക് നോക്കുക, പിന്നെ മറ്റേ ആംഗിളിൽ നിന്നും മറ്റേ വശത്തെ താഴത്തെ ആംഗിളിലേക്ക് നോക്കുക. ഇങ്ങനെ കണ്ണിന് ഓക്കുലാർ മസിൽസിന് വ്യായാമം വേണം. അപ്പോൾ ആ മസിൽസ് സ്ട്രെങ്ത് ആവും. അപ്പോൾ നിങ്ങൾക്ക് കണ്ണാടി വെക്കേണ്ട കാര്യം വരികയില്ല. പിന്നെ നമ്മുടെ ഫേസിലുള്ള മസിൽസ് ഉണ്ട്, നമ്മുടെ ചീക്ക് മസിൽസ്. അത് നല്ലവണ്ണം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കവിള ഒട്ടാതിരിക്കുള്ളൂ. പ്രായമുള്ള പലരുടെയും നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, കവിളൊക്കെ ഒട്ടിയിരിക്കുന്നു. അങ്ങനെ കവിള ഒട്ടാതിരിക്കണമെങ്കിൽ നമ്മുടെ ചീക്ക് മസിൽസിന് നമ്മൾ വ്യായാമം കൊടുക്കണം. അത് നമ്മൾ വെള്ളം വായിലെടുത്ത് കുലുക്കഴിയുന്ന പോലെ ചെയ്യുക. ഒരു 4, 5, 8 പ്രാവശ്യം അങ്ങനെ ചെയ്യുക. ബക്കൽ മസിൽസിന് വ്യായാമം ചെയ്യുന്ന ഒരു ചെറിയ പ്രക്രിയയാണ്. അതുപോലെ നമ്മുടെ കഴുത്തിൽ മസിൽസ് ഉണ്ട്. കഴുത്തിന്റെ പെടലിയുടെ 2 സൈഡിലും ബാക്കിലും ഒക്കെ പേശിയുണ്ട്. പലർക്കും ഈ സെർവിക്കൽ സ്പോണ്ടിലോസിസ് അല്ലെ പെടലിക്ക് വേദന വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കഴുത്തിന്റെ പുറകിലും കഴുത്തിന്റെ സൈഡിലുമുള്ള പേശികൾക്ക് ബലം കുറയുന്നതുകൊണ്ടാണ്. അപ്പൊ ആ പേശികൾക്ക് ബലം നൽകുവാനും ഇങ്ങനെയുള്ള രോഗങ്ങളെ പ്രതിരോധിക്കുവാനും നമ്മൾ നെക്ക് മസിൽസിന് വ്യായാമം ചെയ്യണം. അതായത് നെക്ക് മസിൽസ് നമ്മൾ താഴോട്ട് വെക്കുക, മുകളിലോട്ട് വെക്കുക. ഇങ്ങനെ ഒരു 10 20 പ്രാവശ്യം ചെയ്യുവാണെങ്കിൽ പല മസിൽസിനും വ്യായാമം കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് കഴുത്ത് ഒരു സൈഡിലേക്ക് തിരിക്കാം. അത് അങ്ങനെ ഒരു 10 പ്രാവശ്യം ചെയ്യുക. പിന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിക്കുക, പിന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള കഴുത്തിന്റെ പേശികൾക്കുള്ള വ്യായാമവും വളരെ ലളിതമാണ്. അത് നമ്മൾ ദിവസവും ചെയ്യേണ്ടതാണ്. പിന്നെ ഷോൾഡറിനുണ്ട്. അത് നമ്മൾ ഡമ്പൽ ഉപയോഗിച്ചുള്ള വ്യായാമത്തെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ കയ്യിലെ പേശികൾക്ക്, അതായത് ഫോറാമിലും അതുപോലെ തന്നെ പുറയിലും, അതുപോലെ തന്നെ നമ്മുടെ അപ്പർ ആമിലെ ബൈസെപ്സ് പേശിയുണ്ട്. അതുപോലെ തന്നെ പുറയിൽ വശത്താണ് ട്രൈസെപ്സ് എന്നുള്ള പേശിയുണ്ട്. പിന്നെ ഷോൾഡറിന് പേശികളുണ്ട്. പിന്നെ ചെസ്റ്റിലുള്ള പേശിയുണ്ട്, പെക്ട്രാലിസ് മേജർ. അപ്പൊ ഇങ്ങനെയുള്ള പേശികൾക്കൊക്കെ വ്യായാമം ലഭിക്കുന്നതിന് ഏറ്റവും ഉചിതമായ ഒന്നാണ് നമ്മൾ ഡമ്പൽ ഉപയോഗിച്ചുള്ള വ്യായാമ മുറകൾ. പിന്നെ നമുക്ക് വയറ്റിൽ പേശികളുണ്ട്, അബ്ഡോമിനൽ മസിൽസ് ഉണ്ട്. ഈ അബ്ഡോമിനൽ മസിൽസ് വീക്ക് ആകുന്നതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ പലരുടെയും വയറ് ചാടുന്നത്. അപ്പോൾ അതിന് നമ്മുടെ അബ്ഡോമിനൽ മസിൽസിന് സ്ട്രെങ്ത് കൊടുക്കണം. അതിന് പ്രത്യേക വ്യായാമമുണ്ട്. കിടന്നുകൊണ്ട് കാലുകൾ മാത്രം പൊക്കി പിടിക്കുക, അത് ഒരു വ്യായാമം. അതുപോലെ തന്നെ കിടന്നുകൊണ്ട് നമ്മൾ തലയും ഷോൾഡറും പൊക്കി പിടിക്കുക, അത് മറ്റൊരു വ്യായാമം. പിന്നെ കിടന്നുകൊണ്ട് നമ്മൾ തലയും കാലും ഒരുമിച്ച് പൊക്കി പിടിക്കുക. ഒരു ബോട്ടിന്റെ ആകൃതിയിൽ നമ്മുടെ ശരീരം അന്നേരം നമുക്ക് കാണാൻ സാധിക്കും. അത് നമ്മുടെ അബ്ഡോമിനൽ മസിൽസിന് സ്ട്രെങ്തൻ ചെയ്യാനുള്ള വ്യായാമമാണ്. അതുപോലെ തന്നെ നമുക്ക് ബാക്ക് മസിൽസ്, അതായത് നമ്മുടെ നടുവിന് വേദന വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം പലപ്പോഴും ഈ സ്പൈനൽ മസിൽസിന്, അതായത് നമ്മുടെ നട്ടലിന്റെ 2 വശത്തും പേശികളുണ്ട്, സ്കെൽറ്റൽ മസിൽസ് ഉണ്ട്. അതിന് ബലക്കുറവ് വരുന്നതുകൊണ്ടാണ് പലർക്കും നടുവേദന വരുന്നത്. അപ്പോൾ അങ്ങനെ നടുവിന്റെ അല്ലെങ്കിൽ ബാക്കിലുള്ള പേശികളെ സ്ട്രെങ്തൻ ചെയ്യുവാൻ പ്രത്യേകം വ്യായാമമുണ്ട്. നമ്മൾ കുനിയുകയും നൂരുകയും ഒക്കെ ചെയ്യുന്നത് ആ പേശികളെ പ്രവർത്തിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ താഴെ ലെഗ് മസിൽസിനും അതുപോലെ തന്നെ കാലിലെ പേശികൾക്കും വ്യായാമം കിട്ടാൻ നമ്മൾ സ്ക്വാറ്റ് എന്നൊരു വ്യായാമ മുറയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. സ്ക്വാറ്റ് അതായത് കസേര ഇല്ലാതെ ഇരിക്കുക, എഴുന്നേക്കുക. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ പേശിയായ ഗ്ലൂട്ടിയൽ മസിൽ, അതായത് ചന്തിയുടെ ഭാഗത്തുള്ള മസിൽസിന് അതുപോലെ തന്നെ കാലിന്റെ പേശികൾക്കും ബലം കൊടുക്കുന്ന ഒരു എക്സർസൈസ് ആണത്. അതായത് സ്ക്വാറ്റ്. അതൊരു 10 20 പ്രാവശ്യം നമ്മൾ ദിവസവും ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അത് ചെയ്യുമ്പോൾ നമ്മുടെ പെൽവിക് ഫ്ലോർ മസിൽസിനും വ്യായാമം കിട്ടുന്നുണ്ട്. അപ്പോൾ പുരുഷന്മാരിലുണ്ടാകുന്ന ഈ ഉദ്ധാരണ പ്രശ്നത്തിനൊക്കെ പരിഹാരമായിട്ട് ഈ വ്യായാമം പലപ്പോഴും ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്. പിന്നെ താഴേക്ക് പോകുമ്പോൾ നമുക്ക് കാഫ് മസിലിൻ്റെ അവിടെ നമുക്ക് സോളിയസ് എന്നൊരു മസിലുണ്ട്. സോളിയസ് പുഷപ്പ് എന്ന് പറയുന്ന ഒരു വ്യായാമ മുറയെ പറ്റി ഒരു വീഡിയോ എൻ്റെ ചാനലിനകത്തുണ്ട്. അത് പ്രമേഹമുള്ളവർക്ക് രക്തത്തിലെ പഞ്ചസാരയെ കുറയ്ക്കാൻ ഏറ്റവും പറ്റിയ വളരെ ലളിതമായ ഒരു വ്യായാമമാണ് സോളിയസ് പുഷപ്പ്. അതിനെപ്പറ്റി ആ വീഡിയോയിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ അത് കാണുക. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള പേശികൾക്കും നമ്മൾ വ്യായാമം കൊടുക്കണം. അത് നമ്മൾ എപ്പോഴും ഒരു ട്രെയിനറുടെ ആശ്രയിച്ച് ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും നല്ലത്. അപ്പോൾ ഈ പേശി വ്യായാമം ചെയ്യുമ്പോൾ പേശികളെ കൊണ്ട് എല്ലാ ദിവസവും പ്രവർത്തിപ്പിക്കരുത്. 2-3 ദിവസം വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം അതിന് റെസ്റ്റ് കൊടുക്കണം. കാരണം ഈ പേശികളെ കൊണ്ട് വെയിറ്റ് എടുപ്പിക്കുകയോ അല്ലെങ്കിൽ പേശികൾ ഒരു റെസിസ്റ്റൻസ് എഗനസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ മസിലിന്റെ ഫൈബേഴ്സിനകത്ത് ചെറിയ മുറിവുകൾ ഉണ്ടാകും, ചെറിയ ടയർ ഉണ്ടാകും. അപ്പോൾ ആ ടയർ നമുക്ക് റിപ്പയർ ചെയ്തെടുക്കണമെങ്കിൽ റെസ്റ്റ് ആവശ്യമുണ്ട്. അങ്ങനെ റെസ്റ്റ് കൊടുത്താൽ മാത്രമേ നമ്മുടെ മസിൽ മാസ് ഡെവലപ്പ് ചെയ്യുള്ളൂ, മസിലിന്റെ ടയർ റിപ്പയർ ചെയ്യുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും സമയം ഡിസ്കസ് ചെയ്ത്. അതായത് നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ നമ്മൾ ബ്രിസ്ക് വാക്കിങ്ങോ അല്ലെ സൈക്ലിങ്ങോ അങ്ങ് മാത്രം ചെയ്താൽ പോരാ, നമ്മൾ ഈ പേശി വ്യായാമം കൂടി നമ്മുടെ വ്യായാമത്തിന്റെ ഭാഗമായി നമ്മൾ ഉൾപ്പെടുത്തണം. എങ്കിലേ നമുക്ക് വ്യായാമത്തിന്റെ മറ്റു ചില പ്രയോജനങ്ങൾ കൂടി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.